ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഹാനോക്ക് ദൈവത്തിൻ്റെ കൂടെ നടന്നതാണ്. നമുക്കറിയാം ഉൽപ്പത്തി 5:24. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇവിടെ നമ്മൾ കാണുകയാണ് നിയമവും ന്യായപ്രമാണവും പുതിയ നിയമവും പഴയ നിയമവും ഒന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്ന ഹാനോക്ക് എന്ന മനുഷ്യൻ താൻ ജീവിച്ച 365 കൊല്ലത്തിൽ ആദ്യത്തെ 65 കൊല്ലത്തിന് ശേഷം 300 കൊല്ലം ദൈവത്തോടു കൂടെ നടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ 300 കൊല്ലം ദൈവത്തോടു കൂടെ നടക്കാനുള്ളൊരു കൃപ ഹാനോക്കിന് കിട്ടി. അപ്പോൾ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതെയായി. ഹാനോക്ക് മരണം കാണാതെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് ബൈബിൾ പറയുന്നത്. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ, കർത്താവിൻ്റെ ഞാനാണ് നിൻ്റെ പിതാവ് എന്ന് പറഞ്ഞ് പിതാവായ ദൈവം അവിടെ സാക്ഷ്യപ്പെടുന്നത് കാണാൻ പറ്റും. കർത്താവ് യേശു സ്നാനം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ പിതാവായ ദൈവം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം അവിടെ ദൈവം കർത്താവായ യേശു തൻ്റെ പുത്രനാണെന്ന് അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇതുപോലെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ ആ പുതിയ നിയമത്തിലെ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുകയാണ്, റോമക്കാർക്ക് ഇതിലേഖനം 8-ാം അധ്യായത്തിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവിനോടുകൂടെ നടക്കാനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവിനെയാണ് കർത്താവായ യേശു പിതാവായ ദൈവമൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെ നിത്യജീവനിലേക്ക് നടത്താനായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ മന്ദിരമായിട്ട് ഒരു മനുഷ്യൻ മാറുകയാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു ദേവാലയമായിട്ട് ഒരു മനുഷ്യൻ മാറുകയാണ് അവിടെ സംഭവിക്കുന്നത്, ദൈവത്തിൻ്റെ കൃപയാൽ യേശു ക്രിസ്തുവിലുള്ളത്. അപ്പോൾ നമ്മൾ അതേ കൃപയാൽ അതിന് ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആണ് റോമക്കാർക്ക് ഇതിലേഖനം 8-ാം അധ്യായത്തിൽ അവിടെ നമ്മൾ കാണുന്നത്. ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമ്മൾ കാണുകയാണ്, നമ്മുടെ ആത്മാവോട് കൂടെ ചേർന്ന് ദൈവാത്മാവ് എന്ത് ചെയ്യുന്നു, നമ്മൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ് എന്ന് പറഞ്ഞ് സാക്ഷ്യം പറയുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ആത്മാവോട് കൂടെ ചേർന്ന് ദൈവാത്മാവ് സാക്ഷ്യം പറയുന്നു. നമുക്കറിയാം, നമ്മുടെ നമ്മൾ സങ്കീർത്തനത്തിലൊക്കെ കാണാണ്, യഹോവൻ്റെ ഇടയൻ, എനിക്ക് മുട്ടുണ്ടാവില്ല. ആ ഇടയനാണ് അവിടെ നടത്തുന്നത്. നമ്മുടെ ഇടയൻ എന്ന് പറഞ്ഞാൽ നീതിപാതകളിലൂടെ നടത്തുന്ന ഇടയനാണ് കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളെ നീതിപാതയിൽ, ആ ദൈവമായ കർത്താവ് നമ്മളെ തൻ്റെ ആത്മാവിലൂടെ നീതിപാതയിലാണ് നടത്തുന്നത്. അതിന് നമ്മൾ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുദിനം അനുസരിച്ച് നടക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മളെ ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്ന് സാക്ഷ്യം പറയുന്നത് അവിടെ ദൈവമാണ്, ദൈവമായ പരിശുദ്ധാത്മാവാണ് അവിടെ സാക്ഷ്യം പറയുന്നത്. നമ്മൾ പണ്ട് കർത്താവായ യേശുവിന് പിതാവായ ദൈവം സാക്ഷ്യം പറഞ്ഞ പോലെ നമ്മളും ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അവിടെ അനുദിനം നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നത്. അപ്പോൾ നമുക്ക് കർത്താവിനോട് കൂടെ നടക്കാനായിട്ട് പരിശ്രമിക്കാം. അതോടൊപ്പം ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ആശ്രയിക്കുക. ആ കൃപയാണ് നമ്മളെ യേശു ക്രിസ്തു വഴി നീതീകരിച്ച് നിർത്തുന്നതും ദൈവത്തോടു കൂടി നടക്കാൻ സഹായിക്കുന്നതും. അങ്ങനെ കർത്താവിനോട് കൂടെ നടന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുവാനും നിത്യജീവൻ്റെ അവകാശികളാവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്യും നിത്യ തേജസ്സിനായിട്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.